അഗ്നിപർവ്വതം പൊട്ടിയത് എത്യോപ്യയിൽ. അതിന്റെ ചാരപ്പുക പറന്ന് ഡൽഹിയിൽ. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി നിൽക്കുന്നതിനിടയിലാണ് ഡൽഹിക്ക് അടുത്ത ഭീഷണി. 12,000 വർഷങ്ങൾക്ക് ശേഷമാണ് എത്യോപ്യയിൽ അഫർ മേഖലയിൽ ഹെയ്ലി അഗ്നിപർവ്വതം വീണ്ടും ഞായറാഴ്ച പുകഞ്ഞു പൊട്ടിയത്. അതിന്റെ രൂക്ഷത എത്രയോളമെന്ന് വെച്ചാൽ പുക ആകാശത്തേക്ക് ഉയർന്നത് 14 കിലോമീറ്ററോളം പൊക്കത്തിൽ. മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിൽ ചാരപടലം പറന്നു വീണത് ഇന്ത്യയടക്കം പല രാജ്യങ്ങളിൽ. മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കും ചില ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകളെ ബാധിച്ചു. കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പറന്ന വിമാനം വഴിതിരിച്ച് അഹമ്മദാബാദിൽ ഇറക്കി. ഇന്ത്യയിൽ അഗ്നിപർവ്വത പുക ആദ്യമെത്തിയത് ഗുജറാത്തിൽ. അത് പിന്നെ രാജസ്ഥാനിലേക്കും ഡൽഹി, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലേക്കും എത്തി. ഡൽഹിയിൽ കാര്യമായ പ്രശ്നമുണ്ടാക്കില്ലെന്നാണ് വിദഗ്ധാഭിപ്രായം. ഇന്ന് വൈകുന്നേരത്തോടെ സ്ഥിതി മാറുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. വോൾക്കാനോ പുക ചെങ്കടൽ കടന്ന് യമനിലേക്കും ഒമാനിലേക്കും പിന്നെ അറേബ്യൻ കടലിന് മുകളിലൂടെ വടക്കേന്ത്യ വഴി ചൈനയിലേക്കും എത്തിയെന്നോർക്കണം. അഗ്നിപർവ്വത പുകയും ചാരവും ബാധിക്കപ്പെട്ട മേഖലകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കാൻ വ്യോമയാന മന്ത്രാലയം വിമാന കമ്പനികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എഞ്ചിൻ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശം. ഡൽഹി, ഹൈദരാബാദ്, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള ചില വിമാനങ്ങൾ റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു.